അതിലേ എൻ്റെ വീട്ടിലൊരു പുതിയ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിൽ ടൈല് വിരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ടൈലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വേസ്റ്റായി കുറേ നാളിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ടൊരു ചട്ടി ഉണ്ടാക്കിയാലോ എന്ന് തോന്നി. ഞാൻ വേറെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ടൈലുകൊണ്ട് ചട്ടി ഉണ്ടാക്കി വെച്ചേക്കണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ ടൈല് കട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു, ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ചേട്ടൻ മെഷീൻ കൊണ്ടുവന്ന് ടൈലൊക്കെ കട്ട് ചെയ്ത് കുറച്ചധികം ടൈലുകൾ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് എല്ലാതും കൂടി കട്ട് ചെയ്ത് എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് ഒഴിവുള്ള സമയത്ത് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാമല്ലോ. എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോന്നും ഉണ്ടാക്കുക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഉണ്ടാക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യണേ, സമയം കിട്ടുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ, നല്ല എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. മറ്റേ ചട്ടി സിമെൻറ്റ് ചട്ടിയൊക്കെ ഉണ്ടാക്കണേക്കാളും എത്രയോ എളുപ്പമാണെന്നറിയോ ഇത് ഉണ്ടാക്കാനായിട്ട്. എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ്, ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ആ ഒരു ഐഡിയ തോന്നിയതാണ്. നോക്കിയപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതാണ് എടുത്തേക്കണേ. ഇതുപോലെ 4 എണ്ണം എടുക്കണം, 4 സൈഡിലേക്കും വേണമല്ലോ. അപ്പോൾ 4 എണ്ണം ഇതുപോലെ എടുക്കുക. എന്നിട്ട് കൃത്യ അളവ് തന്നെയാണോ നോക്കണം കേട്ടോ. നമ്മൾ പേന കൊണ്ട് വരച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻസിൽ, ഈ ടൈല് മാർക്ക് ചെയ്യുന്ന ഒരു പെൻസിലുകൊണ്ട് ഇത് വരച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നിരത്തി വയ്ക്കുക. എന്നിട്ട് ടേപ്പ് എടുത്തിട്ട് ഒട്ടിക്കണം. അതായത് ഏത് ടേപ്പായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലിപ്പോൾ മൈക്രോപോറ ഉള്ളത്, അപ്പം ഞാൻ അതെടുത്ത് ഒട്ടിച്ചു. വേറെ ഉണ്ടായിരുന്നില്ല, വേറെ എല്ലാം തീർന്നു. അപ്പോൾ ഇതെടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കുക. ഒരെണ്ണം അല്ല കേട്ടോ, 2-3 എണ്ണമൊക്കെ ഒട്ടിക്കണം. ഞാൻ തൽക്കാലം ഒരെണ്ണം ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു വയ്ക്കുക, 2 എണ്ണം ഒട്ടിച്ചു വയ്ക്കാം. 4 എണ്ണത്തുമേ ഒട്ടിച്ചാലും കുഴപ്പമില്ല. ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ചെടിച്ചട്ടിയുടെ ആകൃതിയിൽ ഇതിനെ ഷേപ്പാക്കി വയ്ക്കുക. അതിങ്ങനെ ഇരുന്നോളും. ഇനി ഈ ചട്ടിയുടെ അടിയിലൊരു കടലാസ് വെക്കണം കേട്ടോ, പേപ്പർ വേണമെങ്കിൽ ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് കയറ്റി വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ അടിയിലൊരു പലക വെച്ചിട്ടുണ്ട്, വെറുതെ വെച്ചതാണ്. കടലാസിൻ്റെ മുകളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് സിമെൻറ്റ് എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു നല്ല തിക്കായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇത്തിരി കട്ടിയിൽ സിമെൻറ്റ് മാത്രം മതി. ഈ ടൈലുണ്ടല്ലോ, കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം നനയ്ക്കണം. നമ്മൾ ഇതുപോലെ ചെയ്യണേക്കാളും മുമ്പ് അത് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വെച്ചാലും മതിയായിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നനയ്ക്കണേ. അല്ലെങ്കിൽ സിമെൻറ്റ് വേഗം ഉണങ്ങിപ്പോകുന്ന പറയണേ, അല്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കില്ല, അങ്ങനെയൊക്കെ വരും. നനച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് ഇരുന്നോളും. ഈ സാധനം ഇവിടെ പഴയത് ഇരുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ അത് എടുത്ത് നോക്കിയെന്നുള്ളൂ. നമ്മൾ വെച്ചേക്കണത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കിയതാണ്. അങ്ങനെ നോക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കണില്ല, കണ്ട വ്യത്യാസം ചെരിഞ്ഞു പോയതുകൊണ്ടാണ്. പഴയത് ഉണ്ടാക്കിയിട്ട് അത് ശരിയായില്ല. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അത് കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്. അളവ് കൃത്യമാണോന്ന് അറിയാൻ വേണ്ടി നോക്കിയെന്നുള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഇവിടെ തന്നെ പഴയതുള്ളത് കൊണ്ട് ഞാനങ്ങനെ നോക്കിയെന്നുള്ളൂ. ഇനി സിമെൻറ്റ് നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇത്തിരി കട്ടിയിൽ വേണം കേട്ടോ. അത് ഇതുപോലെ ഓരോ മൂലയിലും അങ്ങനെ തേച്ച് നല്ല കട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം. നന്നായി കട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ 4 സൈഡിലും 4 ഭാഗത്തും ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇത്തിരി കട്ടിയിൽ തേച്ച് പിടിപ്പിച്ചോട്ടെ. ഇത് പെട്ടെന്ന് അടർന്ന് പോവാണ്ടിരിക്കാനും, അല്ലെങ്കിൽ 4 മൂല പെട്ടെന്ന് ചിലപ്പോൾ വിട്ടുപോകും, അല്ലെങ്കിൽ ഈ ടൈല് വീഴുമ്പോഴോ അല്ലെങ്കിൽ ചട്ടി ഇങ്ങനെ മറിയുമ്പോഴെങ്ങാനും പൊട്ടിപ്പോവാണ്ടിരിക്കാനും കൂടിയിട്ടാണ് ഇത് കുറച്ച് കട്ടിയിൽ ഈ ടൈലുമ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറയണേ. ഇനി ഇതുപോലെ ഒരു കവർ എടുക്കുക, കുറച്ച് കടലാസ് എടുത്തിട്ട് അതൊന്ന് നനച്ചിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മിനുസാക്കി കൊടുക്കാം. നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയാക്കാം. അതിലും എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലെ ഈ കടലാസ് ഉപയോഗിച്ചിട്ടുള്ളതായി കവർ കൊണ്ട്
ഇങ്ങനെ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്ക്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും മാത്രമേ നമ്മൾ ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ നടുവിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അടിയിലൊന്നും ചെയ്തിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മണലെടുക്കണം, കുറച്ച് സിമെൻറ്റ് എടുക്കണം. അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. ഇതുപോലെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചട്ടിയുടെ ഉള്ളിലേക്ക് കോരി നിറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിമെൻറ്റ് പൊടി ഇങ്ങനെ വിതറിയിട്ട് അത് കൈ കൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. അതിന് ശേഷം 2 കമ്പ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ കുത്തി വയ്ക്കാം. നമുക്ക് ഹോളിടാനാണ്. അപ്പോൾ ഇതുപോലെ കുത്തി വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഇത് കൃത്യ അളവിൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഈ മട്ടം വെച്ച് ഇതുപോലെ നോക്കാം. അപ്പോൾ ചെരിഞ്ഞിരിക്കണ്ടോന്നൊക്കെ അറിയാം. ഒരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഉണങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് നനച്ച് കൊടുക്കാം. ഞാനിതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. ഇതിൽ വെച്ചേക്കണ കമ്പ് ഊരി കളഞ്ഞിട്ടില്ല, വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചു. കുറച്ച് ദിവസം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. കൂടുതൽ വെക്കും തോറും ഇതിന് നല്ല ഉറപ്പ് കിട്ടും. എനിക്ക് വീഡിയോ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെടിയൊക്കെ വെച്ചു. അപ്പോൾ ഇതുപോലെ വേസ്റ്റായിട്ടുള്ള ടൈൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്